ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൻ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്പാനിഷ് ഓംലെറ്റ് ആണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. സ്പാനിഷ് ഓംലെറ്റിന് മെയിനായിട്ട് ആവശ്യമുള്ളത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോയും സവോളയും ചേർത്താണ് ഈ ഓംലെറ്റ് തയ്യാറാക്കുന്നത്. പൊട്ടറ്റോയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് ഒരു നേരത്തെ ഫുഡായിട്ടും കഴിക്കാൻ പറ്റും. സ്പാനിഷ് ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം പീൽ ചെയ്ത് എടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയും തൊലി കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം. ഇത് രണ്ടും നല്ലവണ്ണം കഴുകിയെടുത്തുകൊണ്ട് വരാം. പൊട്ടറ്റോ വട്ടത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. കട്ടി കൂടിയാൽ വെന്ത് കിട്ടാൻ താമസമാണ്. അതുകൊണ്ട് തീരെ സ്ലൈസാക്കി തന്നെ അരിഞ്ഞെടുക്കണം. ഈ രീതിയിൽ കട്ടി കുറച്ചാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത പൊട്ടറ്റോ എല്ലാം ഇനിയും 4 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിൽ പൊട്ടറ്റോ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അരിഞ്ഞെടുത്ത കഷ്ണങ്ങളെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നെടുകെ 2ആയിട്ട് കട്ട് ചെയ്ത ശേഷം നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. കിഴങ്ങും സവാളയും ഒക്കെ അരിഞ്ഞെടുക്കുമ്പോൾ കട്ടി കൂടാതെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. അരിഞ്ഞെടുത്ത സവാളയും കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. സ്പാനിഷ് ഓംലെറ്റ് തയ്യാറാക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇനി ഈ സവാളയും പൊട്ടറ്റോയും ഒക്കെ നല്ലവണ്ണം ഒന്ന് വഴന്ന് കളർ മാറി ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ എല്ലാം ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കണം വേവിച്ചെടുക്കാനായിട്ട്. പകുതി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. സവാളയും കിഴങ്ങും എല്ലാം ഈ രീതിയിലൊന്ന് വഴന്ന് വെന്ത് കിട്ടണം. കിഴങ്ങ് വെന്ത് പൊടിഞ്ഞു പോകരുത്. ഇതുപോലെ പീസായിട്ട് തന്നെ കിടക്കണം. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്തെ ഓംലെറ്റിനാവശ്യമായ മുട്ട നമുക്ക് എടുക്കാം. ഒരു ബൗളിലോട്ട് 3 കോഴിമുട്ടയാണ് എടുക്കുന്നത്. മുട്ടയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഒക്കെ വഴറ്റിയപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. മുട്ടയെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആകുന്ന പോലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മുട്ടയുടെ കൂട്ടിലോട്ട് പൊട്ടറ്റോയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. പൊട്ടറ്റോ വഴറ്റിയെടുത്ത പാനിൽ ബാക്കി വന്ന എണ്ണയിലേക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കൊണ്ട് പൊട്ടറ്റോ എല്ലാം നിരന്ന് കിടക്കുന്നത് പോലെ ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഓംലെറ്റ് ഒന്ന് വെന്ത് വരുന്നതിനായിട്ട് ഒരു ലിഡ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഒരു വശം ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ ലിഡ് മാറ്റി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓംലെറ്റ് പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മോൾ വശം വേകാത്തതുകൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് പാനിൽ നിന്നും ഇതുപോലെ മുട്ട ഇട്ട് കൊടുത്ത ശേഷം പ്ലേറ്റ് തിരിച്ച് പിടിച്ച് പാനിലേക്ക് തന്നെ ഓംലെറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ പൊട്ടാതെയും താഴെ പോകാതെയും നമുക്ക് ഓംലെറ്റ് കിട്ടും. ഇനി മറുവശം കൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 30 സെക്കൻഡിന് ശേഷം ലിഡ് മാറ്റി ഓംലെറ്റ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.